കരൂർ ദുരന്തത്തിൽ ടി.വി.കെ ജില്ലാ സെക്രട്ടറി മതിയഴകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാർട്ടി ജനറൽ സെക്രട്ടറി ആർ ആനന്ദിന്റെ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യത. എൻ.ഡി.എയുടെ പ്രത്യേക സംഘവും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി വേണുഗോപാലും ഇന്ന് കരൂർ സന്ദർശിക്കും. അതേസമയം വിജയെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് കരൂരിൽ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകൾ നശിപ്പിച്ചു. തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയൻ സ്ഥാപിച്ച പോസ്റ്ററുകളാണ് നശിപ്പിക്കപ്പെട്ടത്. ഗോകുൽ വി.എസും ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഏറെ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. ഈ ടി.വി.കെ നേതാവ് വിജയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം ശക്തമാണല്ലോ. ഒരാളെ ജില്ലാ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് വിശദ വിവരങ്ങൾ? അതായത് നിലവിലിപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായത് ഇന്നലെയാണ് ടി.വി.കെ നേതാവായ മതിയഴകനെ കോടതിയിൽ അറസ്റ്റ് ചെയ്തത്. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. ഇതിനു പുറമെ ടി.വി.കെ നേതാക്കളായ ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ എന്നിവരെയും പോലീസ് നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഇവർ നിലവിൽ ഒളിവിലാണ്. ഏതായാലും വിജയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുന്നില്ല. ഒരുപക്ഷെ കോടതിയുടെയൊക്കെ തന്നെ അഭിപ്രായം തേടിയതിനു ശേഷം, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഹർജി കോടതിയിൽ പോയിട്ടുണ്ട്. അതനുസരിച്ച് ആയിരിക്കും കോടതിയുടെ വിധി വന്നതിന് ശേഷമൊക്കെ ആയിരിക്കും ആ നടപടികളിലേക്ക് പോലീസ് ഏതായാലും നീങ്ങുക. മറ്റ് നേതാക്കളെയൊക്കെ, ജില്ലാ നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ കേസിൽ നടപടി സ്വീകരിക്കാനാണ് പോലീസ് നീങ്ങുന്നത്. മനഃപൂർവ്വമല്ലാത്ത തരഹത്തേക്കാണ് ഇവർക്കെതിരെയൊക്കെ കേസ് ചുമത്തിയിരിക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ നിയമ നടപടിയിലേക്കും അറസ്റ്റിലേക്കും ഒക്കെ പോലീസ് നീങ്ങുമെന്നാണ് കരുതുന്നത്. അതിനിടയിൽ ഇന്നലെ വ്യാപകമായി വിജയ്ക്കെതിരെ പോസ്റ്ററുകൾ നമ്മൾ ഈ കരൂർ നഗരത്തിൽ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അതില്ല. അതെല്ലാം തന്നെ നീക്കിയ നിലയിലാണ്. ഒരുപക്ഷെ വിജയുടെ അനുകൂലികളായിരിക്കാം അത് നീക്കിയതെന്നാണ് കരുതുന്നത്. ഈ സംഭവത്തിലെ മരണസംഖ്യ ഇപ്പോൾ 41. ഇപ്പോഴും ഒരാൾക്ക് അതീതീവ്ര വിഭാഗത്തിൽ തന്നെ വലിയ ഗുരുതര പരിക്കുകളോടെ തന്നെ തുടരുന്നു എന്നുള്ളതും വളരെ പേടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ്. എൻ.ഡി.എയുടെ സംഘം ഹേമമാലിയുടെ നേതൃത്വത്തിലെത്തുന്നു. എ.ഐ.സി.സിയിൽ നിന്ന് പ്രതിനിധീകരിച്ച് കെ.സി വേണുഗോപാൽ എത്തുന്നു. എന്താണ് കരൂരിലേക്കുള്ള ഇവരുടെ ആഗമന ഉദ്ദേശം? എന്ത് നടപടികളിലൂടെയായിരിക്കും പോവുക? ഇന്ന് ഏകദേശം ഒരു ഉച്ചയോടുകൂടി, ഒരു 11 മണിയോടുകൂടി തന്നെ എൻ.ഡി.എ സംഘം കരൂരിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹേമമാലിനി എം.പിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് സന്ദർശിക്കുന്നത്. അവർ സ്ഥിതിഗതികൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എൻ.ഡി.എക്കാണ് അത് റിപ്പോർട്ട് സമർപ്പിച്ച് അത് ഒരു തരത്തിൽ എന്താണ് ഈ അപകട കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. അതേസമയം തന്നെ കെ.സി വേണുഗോപാലും ഇവിടെ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹവും ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് ശേഷം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വിജയെയും സ്റ്റാലിനെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. രാജ്യം തന്നെ നടുങ്ങിയ ഒരു വലിയൊരു ദുരന്തമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അവരുടെ കാര്യങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടിയൊക്കെ തന്നെ വരും. അത്തരത്തിലുള്ള ഒരു സന്ദർശനമാണ് കെ.സി വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.